ഇന്ന് ലോകം ഉണർന്നത് തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ഇന്ന് ഈ നിമിഷം ലോകം ഒരു മഹാവിപത്തിന്റെ വക്കിലാണ് എന്ന് പറയണം. പശ്ചിമേഷ്യയുടെ ചതുരംഗ പലകയിൽ പതിറ്റാണ്ടുകളായ അവസാന വാക്കായിരുന്ന കരുത്തൻ വീണുപോയിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനി. 36 വർഷം ഇറാന്റെ ആത്മാവും കരുത്തുമായിരുന്ന സുപ്രീം ലീഡർ ഇനി ചരിത്രം. ഇറാന്റെ വിധി നിശ്ചയിച്ചിരുന്ന ആ അധ്യായം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് സ്വാഭാവികമായൊരു അന്ത്യമല്ലായിരുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രഹരശേഷിക്ക് മുന്നിൽ തെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങൾ കത്തി അമർന്നപ്പോൾ തകർന്നു വീണത് ഇറാനിന്റെ അഭിമാനമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ പവർ അളക്കുന്നത് സാധാരണയായി ടാങ്കുകളുടെയും വിമാനങ്ങളുടെയും എണ്ണം നോക്കിയാണ്. പക്ഷേ ഖമേനിയുടെ ഇറാൻ ലോകത്തെ പഠിപ്പിച്ചത് മറ്റൊരു പാഠമാണ്. തന്റെ സൈന്യത്തെ അതിർത്തി കടത്താതെ തന്നെ മിഡിൽ ഈസ്റ്റിലെ 5 രാജ്യങ്ങളെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയ ആ അസാമാന്യ ബുദ്ധിശാലി ഇനി ചരിത്രം. ഇന്ന് മാർച്ച് 1, 2026. ദ ഇവിൽ ഇസ് ഗോൺ. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാൾ ഇല്ലാതായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്ത സ്ഥിരീകരിക്കുമ്പോൾ ഇറാനിന്റെ തെരുവുകളിൽ വിലാപവും ആഘോഷവും ഒരുപോലെ അലയടിക്കുകയാണ്. ഇറാൻ സ്റ്റേറ്റ് മീഡിയയും ഈ വാർത്ത സ്ഥിരീകരിച്ചു. ഇറാനിൽ ഇപ്പോൾ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് പ്രതികാരമായിട്ട് ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ മിലിറ്ററി ബേസുകളിൽ ഇറാൻ മിസൈൽ മഴ പെയ്യിക്കുകയാണ്. എന്താണ് ഇറാനിൽ ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? ആരായിരിക്കും അടുത്ത സുപ്രീം ലീഡർ? ഇത് വെറും ഒരു കൊലപാതകമല്ല, ഇതൊരു ലോക മഹായുദ്ധത്തിന്റെ വിത്തുപാകലാകുമോ? ഖമേനിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്ലാൻ ചെയ്യുന്ന ആ അന്തിമ പോരാട്ടം എങ്ങോട്ടാണ് നീങ്ങുന്നത്? പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള 3 വട്ടം നടന്ന സമാധാന ചർച്ചകളും പരാജയപ്പെട്ടതോടെ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ചേർന്നൊരുക്കിയ അതിശക്തമായ ഒരു സ്ട്രാറ്റജിക് അറ്റാക്കിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. വെറും ഒരു സൈനിക നീക്കമല്ല ഇത്, ഇറാനിന്റെ ഹൃദയത്തിൽ തൊട്ടുള്ളൊരു പ്രഹരമാണ്. ഇന്ന് മാർച്ച് 1, 2026. ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ദിവസമാണിത്. ഖമേനിയുടെ മരണം മിഡിൽ ഈസ്റ്റിലെ സകല രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ പോവുകയാണ്. ആരായിരുന്നു ഖമേനി? എങ്ങനെയാണ് അദ്ദേഹം ഇറാനെ ഇത്രയും വലിയൊരു പവർ ഹൗസ് ആക്കി മാറ്റിയത്? നമുക്കൊന്ന് ഹിസ്റ്ററിയിലേക്ക് ആദ്യം പോകാം. 1989 ആയത്തുള്ള ഖൊമേനിയുടെ മരണശേഷമാണ് ഖമേനി അധികാരമേൽക്കുന്നത്. അന്ന് ഇറാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രാജ്യം. പക്ഷെ അവിടെ നിന്നാണ് ഖമേനി തന്റെ ബുദ്ധി ഉപയോഗിച്ച് കളി തുടങ്ങിയത്. അദ്ദേഹം ഇറാനെ വെറും ഒരു രാജ്യമല്ല, പകരം ഒരു റീജിയണൽ പവർ സെന്റർ ആക്കി മാറ്റി. എങ്ങനെ? തന്റെ കീഴിലൊരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അദ്ദേഹം കെട്ടിപ്പടുത്തു. ശീതയുദ്ധത്തിനു ശേഷം ഇറാൻ തങ്ങളുടെ സ്വാധീനം പശ്ചിമേഷ്യയിലുടനീളം പടർത്തിയത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ലെബനൻ, സിറിയ, ഇറാഖ്, ഗാസ, യമൻ, ഈ രാജ്യങ്ങളിലെല്ലാം ഇറാൻ നിർണായക ശക്തിയായി. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ റെഗുലർ ആർമിയെ അതിർത്തി കടത്തി വിടാതെ തന്നെ ഖമേനി ഈ രാജ്യങ്ങളിലെ പോരാട്ടങ്ങളെ നിയന്ത്രിച്ചു. ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും അവർക്കെല്ലാം പിന്നിലെ മാസ്റ്റർ മൈൻഡ് ഖമേനിയായിരുന്നു. പശ്ചിമേഷ്യയിലെ ഈ ട്രാൻസ്ഫോർമേഷന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമായിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും തലവേദനയുണ്ടാക്കാൻ തന്റെ അതിർത്തിക്ക് പുറത്ത് അദ്ദേഹം ഒരു വലിയ വലയം തന്നെ സൃഷ്ടിച്ചു. ഖമേനിയുടെ ഏറ്റവും വലിയ വിജയം എന്നത് ഇറാനെ ഒരു ന്യൂക്ലിയർ പവർ ആക്കുന്നതിലേക്ക് എത്തിച്ചു എന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ എത്ര ഉപരോധങ്ങൾ വന്നിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. നീദർ വെസ്റ്റ് നോർ ഈസ്റ്റ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. അമേരിക്കയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ദ ഗ്രേറ്റ് സേതാൻ എന്നാണ്. അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റിനേക്കാളും മുകളിലായിരുന്നു. മിലിറ്ററി, ഫോറിൻ അഫയേഴ്സ്, ജുഡീഷ്യറി എല്ലാം ഖമേനിയുടെ വിരൽത്തുമ്പിലായിരുന്നു. ഇത്രയും കാലം ഇറാനിന്റെ അപ്രമാദിത്വം നിലനിർത്തിയ ആ വ്യക്തിയാണ് ഇപ്പോൾ ഇല്ലാതായത്. ഇത് ഇറാന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പവർ വാക്യൂമാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തെഹ്റാനിൽ നിന്ന് വരുന്നത് ഭീകരമായ വാർത്തകളാണ്. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദും അമേരിക്കൻ സൈന്യവും പ്ലാൻ ചെയ്ത ഒരു ഡീകാപിറ്റേഷൻ സ്ട്രൈക്ക് ആയിരുന്നു ഇത്. ഖമേനിയുടെ വസതിയെ ലക്ഷ്യമാക്കി പെയ്തിറങ്ങിയ മിസൈലുകൾ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ തന്നെ തകർക്കുകയായിരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ഖമേനിയുടെ വസതി ലക്ഷ്യമാക്കി നടന്ന മിസൈൽ ആക്രമണത്തിൽ ഖമേനിയും കുടുംബവും പൂർണ്ണമായും ഇല്ലാതായി എന്നാണ്. ട്രംപ് ഭരണം തിരിച്ചു വന്നതോടെ ഇറാനെതിരെ എടുത്ത മാക്സിമം പ്രഷർ 2.0 എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം. ഇതോടെ ഇറാനിൽ ഇപ്പോൾ ഒരു കടുത്ത ഭരണ പ്രതിസന്ധിയാണ്. സൈന്യത്തിന് നേതൃത്വം നൽകാൻ ആരുമില്ലാത്ത അവസ്ഥ. ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അടിയന്തര യോഗം ചേർന്നെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അലി ലാർജാനി താൽക്കാലിക ചുമതല വഹിക്കുന്നുണ്ടെങ്കിലും IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണം പിടിച്ചെടുക്കുമോ എന്ന ഭയത്തിലാണ് ലോകം. അങ്ങനെ വന്നാൽ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് എന്നതിലേക്ക് ഇറാൻ നീങ്ങും. ഇനി ഈ വാർത്തയുടെ അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇറാൻ വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതിനോടകം തന്നെ അവരുടെ മിസൈലുകൾ ഇസ്രായേലിന് നേരെ കുതിച്ചു കഴിഞ്ഞു. ഇതൊരു പക്ഷേ ഒരു റീജിയണൽ വാറിലേക്കോ എന്തിന് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കോ വരെ വഴിമാറാം.
നമുക്കിതിനെ 3 രീതിയിൽ കാണാം. ഒന്നാമതായി പ്രതികാരം തന്നെയാണ്. ഇറാൻ തീർച്ചയായും ഇതിന് പകരം ചോദിക്കും. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ലോകമെമ്പാടും ആക്റ്റീവ് ആയേക്കാം. അമേരിക്കൻ ബേസുകൾക്ക് നേരെ വമ്പൻ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. രണ്ടാമതായിട്ട് ഓയിൽ ക്രൈസിസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റൂട്ടുകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ പെട്രോൾ വില ലിറ്ററിന് 200 രൂപ വരെ കടക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇക്കണോമി ഡിസാസ്റ്റർ ആയിരിക്കും. ഇനി മൂന്നാമത്തേത്, ഇറാനിലെ യുവാക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഖമേനിയുടെ കടുത്ത നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിന്റെ മരണം ഭരണമാറ്റത്തിനായുള്ള ഒരു വിപ്ലവത്തിന് വഴിവെച്ചേക്കാം. ഖമേനി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളും കൊച്ചുമകനും മരുമകനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഫാർസ് ന്യൂസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ ജനതയെ വൈകാരികമായി കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇസ്രായേലിനും ഗൾഫിലെ അമേരിക്കൻ ബേസുകൾക്കും നേരെ 100 കണക്കിന് മിസൈലുകൾ പായിച്ചു കഴിഞ്ഞു. ദുബായ്, കുവൈറ്റ് എയർപോർട്ടുകൾക്ക് സമീപം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖമേനി വെറും ഒരു നേതാവായിരുന്നില്ല. ഉപരോധങ്ങൾ കൊണ്ട് ലോകം വളഞ്ഞപ്പോഴും പതറാതെ ഇറാനെ ഒരു പ്രാദേശിക ശക്തിയാക്കി മാറ്റിയ മാന്ത്രികനായിരുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തിയ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധ നിരയുടെ ചാലക ശക്തിയായിരുന്നു ഖമേനി. ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂതികളായാലും അവരുടെ എല്ലാം കടിഞ്ഞാൺ ഈ 86-കാരന്റെ കയ്യിലായിരുന്നു. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ തിരിച്ചടി ഭീകരമായിരുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മൾട്ടിപ്പിൾ സ്ട്രൈക്സ് നടത്തി കഴിഞ്ഞു. ഇറാഖിലെ അൽ അസദ് എയർബേസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ്. ഖമേനി പടുത്തുയർത്തിയ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ തിരിഞ്ഞിരിക്കുകയാണ്. യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കുന്നു. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള റോക്കറ്റുകൾ പായിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഒരു നീറുന്ന കനലായി മാറിയിരിക്കുകയാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യം, ഹൂ ഇസ് നെക്സ്റ്റ്? ആരായിരിക്കും ഖമേനിയുടെ പകരക്കാരൻ? 1989 മുതൽ ഇറാന്റെ അവസാന വാക്കാണ് ഖമേനി. ഏതാണ്ട് 36 വർഷം. ഇറാന്റെ മിലിറ്ററി, ഫോറിൻ പോളിസി, ന്യൂക്ലിയർ പ്രോഗ്രാം, ഇങ്ങനെ എല്ലാത്തിലും ഫൈനൽ ഡിസിഷൻ ഖമേനിയുടേതായിരുന്നു. ഇറാനിലെ നിയമപ്രകാരം, അതായത് ഭരണഘടന അനുസരിച്ച്, ഒരു അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉണ്ട്. 88 മതപണ്ഡിതന്മാർ അടങ്ങുന്ന ഒരു സംഘമാണിത്. ഇവരാണ് അടുത്ത സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ രാജ്യം ഒരു യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പ്രോസസ് അത്ര എളുപ്പമാകില്ല. ചില പേരുകൾ ഇപ്പോൾ സജീവമായി ചർച്ചയിലുണ്ട്. പ്രധാനമായും ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി തന്നെയാണ്. ഇദ്ദേഹം പണ്ട് മുതലേ പവർഫുൾ ആണ്. പക്ഷേ ഒരു ഹെറിഡിറ്ററി സക്സഷൻ അല്ലെങ്കിൽ കുടുംബവാഴ്ച ഇറാനിലെ പലർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. മുജ്തബ ഖമേനി പവർഫുൾ ആണെങ്കിലും അദ്ദേഹത്തിന് ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്നത് സംശയമാണ്. ഇനി മറ്റൊരാൾ സദീഖ് ലാറിജാനിയാണ്, മുൻ ജുഡീഷ്യറി ചീഫ്. ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തനായ ഈ മുൻ സ്പീക്കറെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് പല പ്രധാന ചുമതലകളും ഏൽപ്പിച്ചത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഖമേനി തന്റെ അസാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ലാറിജാനിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇനി അലിറേസ അറാഫി, ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് വലിയ സാധ്യതയുണ്ട്. ഇറാന്റെ മതപാഠശാലകളുടെ തലവനാണ് ഇദ്ദേഹം. പിന്നെ ഹസൻ ഖൊമേനിയുടെ പേരുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ സൈന്യം IRGC ഭരണം പിടിച്ചെടുക്കുമോ എന്ന സംശയവുമുണ്ട്. എന്തായാലും ഇറാന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു പവർ വാക്യൂമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ കാര്യം എങ്ങനെയാണെങ്കിലും ഇപ്പുറത്ത് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് ഒരു റിജീം ചേഞ്ച് ആണ്. ഇറാന്റെ പരമ്പരാഗത മതഭരണത്തിന് പകരം ഒരു പുതിയ മാറ്റം അവിടെ ഉണ്ടാക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇനി ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ സൈഡ് ഒന്ന് നോക്കാം. ഡൊണാൾഡ് ട്രംപ് തന്റെ 2ാം ഊഴത്തിൽ ഇറാനെതിരെ ഏറ്റവും വലിയ ചൂതാട്ടമാണ് നടത്തിയിരിക്കുന്നത്. പീസ് ത്രൂ സ്ട്രെങ്ത് എന്നതാണ് ട്രംപിന്റെ പോളിസി. പക്ഷേ ഇത് സമാധാനമാണോ അതോ വലിയൊരു സ്ഫോടനമാണോ ഉണ്ടാക്കുക എന്ന് കണ്ടറിയണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഖമേനിയുടെ അന്ത്യം ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നാണ്. ഇറാനിൽ തന്നെ ഇപ്പോൾ 2 രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഖമേനിയുടെ മരണത്തിൽ വിതുമ്പുന്ന ഒരു വിഭാഗമുണ്ട്. മറുവശത്ത് വർഷങ്ങളായുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം ലഭിച്ച സന്തോഷത്തിൽ തെരുവിലിറങ്ങി ആഘോഷിക്കുന്ന മറ്റൊരു വിഭാഗം. ഇറാനിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു വിഭജനം ഇപ്പോൾ ദൃശ്യമാണ്. ഈ ഒരു സംഭവം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയും വളരെ ജാഗ്രതയോടെയാണ് ഇതിനെ കാണുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായാൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയാണ് ഇന്ത്യയുടെ പ്രധാന ആശങ്ക. വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ അഡ്വൈസറീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പടർന്നാൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. അത് നമ്മുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം വളരെ ആശങ്കയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ആയത്തുള്ള അലി ഖമേനി എന്ന യുഗം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ബാക്കി വെച്ചു പോയതൊരു വലിയ യുദ്ധത്തിന്റെ കനലുകളാണ്. ഇറാൻ ഇനി എങ്ങോട്ട്? അവർ വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ രാജ്യത്തിനകത്ത് തന്നെ ഒരു വിപ്ലവം നടക്കുമോ? വരും മണിക്കൂറുകൾ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇറാൻ ഇനി ഒരു പുതിയ പാതയിലായിരിക്കുമെന്ന് തീർച്ച. അത് ജനാധിപത്യമാണോ അതോ ചോരപ്പുഴയാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഈ ഒരു സിറ്റുവേഷൻ വേൾഡ് വാർ 3 നയിക്കുമോ എന്നാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമേഷ്യ ഇനി പഴയതുപോലെ ആയിരിക്കില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.